गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। നമ്മളിവിടെ നാരദീയ ഭക്തിസൂത്രങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഇരുപത്തി 6 സൂത്രങ്ങളാണ് നവംബറിൽ ശ്രദ്ധിച്ചു. പിന്നെ എന്നാണ് ഒത്തുകൂടുന്നത്? 27. 33 32. ശരി, 32 സൂത്രങ്ങൾ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. സന്തോഷം. അവിടെ ഇരുപത്തിയെട്ട് മുതൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എന്നുള്ളൊരു പ്രകരണമാണ് ആരംഭിച്ചത്. ഭക്തിക്ക് സാധനം ജ്ഞാനമാണ് എന്ന് ചില ആചാര്യന്മാര് പറയുന്നു എന്ന് പറഞ്ഞു. തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. അപ്പൊ 29ാമത്തെ സൂത്രം പറഞ്ഞു അങ്ങനെയല്ല, അന്യോന്യാശ്രയത്വം ഇത്യന്യേ. ഭക്തി ജ്ഞാനത്തെ വളർത്തും, ജ്ഞാനം ഭക്തിയെ വളർത്തും. അങ്ങനെ അന്യോന്യാശ്രയത്വമാണെന്ന് വേറെ ചിലര് പറയുന്നു. സ്വയം ഫലരൂപത ഇതി ബ്രഹ്മകുമാര. സ്വയം ഫലരൂപതയാണെന്ന് ബ്രഹ്മകുമാരൻ പറയുന്നു. അവിടെ പാഠഭേദമുണ്ട്. സ്വയം ഫലരൂപത ഇതി ബ്രഹ്മകുമാരാഹ. ബ്രഹ്മകുമാരാഹ എന്നെടുത്താൽ സനക, സനന്ദന, സനാതന, സനത് കുമാരന്മാർ. ബ്രഹ്മകുമാരൻ എന്ന് മാത്രം അർത്ഥമെടുത്താൽ ഏറ്റവും നല്ലത് സനത് കുമാരൻ എന്നർത്ഥം എടുക്കുന്നതാണ്. കാരണം നാരദന്റെയും ഗുരുവാണ് സനത് കുമാരൻ. ഇനി ചില ആചാര്യന്മാര് നാരദൻ എന്നും അർത്ഥം എടുക്കുന്നുണ്ട്. കാരണം ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് നാരദൻ എന്നതുകൊണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ സനത് കുമാര മഹർഷി എന്ന അർത്ഥപ്പെടുത്താൽ സുഖമുണ്ട്. അവിടെ പറഞ്ഞു രാജഗൃഹ ഭോജനാദിഷു തഥൈവ ദൃഷ്ടത്വം. രാജഗൃഹ ഭോജനം തുടങ്ങിയവയിൽ അപ്രകാരം തന്നെ കാണുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ അർത്ഥം ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവുക എന്നോ ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വയം ഫലരൂപമാണ് ഭക്തി. ഭക്തി തന്നെ ഫലമാണ്. ഭക്തിയുടെ ഫലം ഭക്തി തന്നെയാണ്. ഭക്തി കൊണ്ട് മറ്റൊന്നുണ്ടാവുക എന്നുള്ളതില്ല. ഏതുപോലെ രാജഗൃഹ ഭോജനാദിഷു തഥൈവ ദൃഷ്ടത്വ. രാജഗൃഹ ഭോജനം തുടങ്ങിയവയിൽ അപ്രകാരം കാണപ്പെടുന്നത് കൊണ്ടും. അതാണ് നമ്മൾ പഠിച്ച സൂത്രം. അത് കഴിഞ്ഞു. അതായത് രാജകൊട്ടാരത്തിൽ ഒരാൾ പോയി ഭക്ഷണം കഴിച്ചു വിചാരിച്ചു, ക്ഷണിക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്നത്തെ രാജ പരിതോഷ ക്ഷുത്ശാന്തിർവ. അതുകൊണ്ട് രാജാവിന് പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഇല്ല, വിശപ്പ് മാറുകയില്ല. പോയാൾക്ക് സന്തോഷമാണ്.
അതിന് രാജാവ് ഭക്ഷണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. പക്ഷേ അതുകൊണ്ട് മറ്റൊന്ന് പ്രദാനം ചെയ്യാൻ തക്ക വിധം രാജാവിനൊരു സന്തോഷം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ഇതുപോലെ ഭക്തി കൊണ്ട് ഈശ്വരന് പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടായിട്ട് വേറൊന്ന് തരിക എന്നുള്ളതൊന്നുമില്ല. എപ്രകാരം രാജകൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ക്ഷണിക്കപ്പെടുന്ന ആൾക്ക് സന്തോഷകരമാണോ, അതുപോലെ ഭക്തി ഉള്ളപ്പോൾ തന്നെ അത് സന്തോഷപ്രദമാണ്. അതുകൊണ്ട് മറ്റൊന്ന് കിട്ടുക എന്നോ മറ്റൊന്നിൽ നിന്ന് ഭക്തി കിട്ടുക എന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതുവരെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 33-ാമത്തെ സൂത്രം. തസ്മാത് ശൈവഗ്രാഹ്യ മുമുക്ഷുഭിഹി, അതും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. തസ്മാത് സ ഏവ ഗ്രാഹ്യ മുമുക്ഷുഭിഹി എന്ന് പദച്ഛേദം. ശൈവ എന്നുള്ളത് സ ഏവ, സ അവൾ, ഏവ തന്നെ, ഗ്രാഹ്യ ഗ്രഹിക്കപ്പെടേണ്ടവളാകുന്നു. ആരാൽ? മുമുക്ഷുക്കളാൽ. അപ്പൊ മുമുക്ഷുക്കളാൽ അവൾ തന്നെ ഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു എന്നാണ്. എന്താ ഈ അവൾ തന്നെ ഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു? ഭക്തി. ഭക്തി തന്നെ ഗ്രഹിക്കപ്പെടേണ്ടതാണ്. ആരാൽ? മുമുക്ഷുക്കളാൽ. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷേച്ഛു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാ പ്രകാരത്തിലുമുള്ള ദുഃഖനിവൃത്തിയാണ്, അല്ലെങ്കിൽ പരമമായ സ്വാതന്ത്ര്യമാണ്, ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ്. അത് ഈ ജന്മത്തിൽ തന്നെ നേടണം. പരമമായ സ്വാതന്ത്ര്യത്തെ ഈ ജന്മത്തിൽ തന്നെ നേടണം എന്ന ദൃഢബോധമുള്ളവനാണ് മുമുക്ഷു. മോക്ഷേച്ഛു എന്ന് പറയാം. മോക്ഷമെന്ന് പറഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും, ദുഃഖകാരണമായ അജ്ഞാനത്തിൽ നിന്നുമുള്ള മോചനം, വീണ്ടും വീണ്ടുമുള്ള ജന്മ മരണ ചക്രങ്ങളുടെ ആവർത്തനത്തിൽ നിന്നുള്ള മോചനം, എല്ലാ പാരതന്ത്ര്യങ്ങളിൽ നിന്നുമുള്ള മോചനം, അതാണ് മോക്ഷം. മോക്ഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന കാഴ്ചപ്പാടോടുകൂടി അത് ഇച്ഛിക്കുന്ന ആളാണ് മുമുക്ഷു. മുമുക്ഷുക്കളാൽ ഭക്തി തന്നെ ഗ്രഹിക്കപ്പെടണം. എന്തുകൊണ്ട്? മോക്ഷകരമാണ് ഭക്തി എന്നതുകൊണ്ട്, മോക്ഷപ്രദമാണ് ഭക്തി എന്നതുകൊണ്ട്. അത് നേരത്തെ പറഞ്ഞു, അമൃതസ്വരൂപാച്ച എന്നൊക്കെ പറഞ്ഞു. അമൃതസ്വരൂപയായതുകൊണ്ടും എന്ന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരമമുക്തിയിലേക്ക് നയിക്കുന്നതാണ് ഭക്തിയുടെ സ്വരൂപം. അതുകൊണ്ട് ഭക്തി നേടണം എന്ന് ഇവിടെ ഏറെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വിശദീകരണമാണ് തുടർന്ന് വരുന്നത്. അതായത് ഭക്തി തന്നെ നേടണം എന്ന് പറയുമ്പോൾ എങ്ങനെ നേടും? എങ്ങനെയാണ് നമ്മൾക്ക് ഭക്തി ഉണ്ടാവുക? എങ്ങനെ ശുദ്ധമായ ഭക്തിയെ നേടാം? ഇതാണ് സംശയം. ഇതാണ് സംശയം വരുന്നത്. അപ്പൊ അവിടെ പറയാണ്, തസ്യാഹ സാധനാനി ഗായന്തി ആചാര്യാഹ. ആദ്യം വരുന്നവര് പിന്നെ വരുന്നവർക്ക് സീറ്റ് എളുപ്പം ഇരിക്കത്തക്ക രീതിയിൽ ഇരുന്നാൽ നല്ലതാ. അല്ല, അവിടെ ഇരിക്കണ വേണ്ടെന്നല്ല പറഞ്ഞേ, ഒഴിവാക്കി അറ്റത്തേക്ക് ഇരുന്നാൽ പിന്നുള്ളവർക്ക് അവിടെ ഇരിക്കാലോ, അല്ലേ? അപ്പൊ നമുക്ക് പിന്നെ ഒരു എഴുന്നേൽക്കലും അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. അപ്പോ
തസ്യാഹ അവളുടെ സാധനാനി സാധനകളെ ഗായന്തി പാടുന്നു, പാടി പുകഴ്ത്തുന്നു. ആര്? ആചാര്യാഹ, ആചാര്യന്മാര്. എന്ന് വെച്ചാൽ ഭക്തി നേടുന്നതിനുള്ള സാധനകളെ, ഭക്തി നേടാനുള്ള മാർഗങ്ങളെ എന്തൊക്കെ ചെയ്ത് എങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ ഭക്തി ഉണ്ടാവും എന്നുള്ളതിനെ ഗായന്തി പാടുന്നു. ആര്? ആചാര്യാഹ, ആചാര്യന്മാർ. അപ്പൊ ഇവിടെ ആചാര്യന്മാരെന്ന് പറഞ്ഞതിന് ഭക്തി ആചാര്യന്മാർ അല്ലെങ്കിൽ ഭക്താചാര്യന്മാർ എന്നർത്ഥം മനസ്സിലാക്കണം. ഓരോ മേഖലയിലും ആചാര്യന്മാര് വ്യത്യസ്തരാണ്. അപ്പൊ ഭക്തിമാർഗത്തിലെ ആചാര്യന്മാര് എന്നർത്ഥമെടുക്കാം. ഭക്തി സാധനകളെ പറയുന്നു. എന്തൊക്കെയാണ് ഭക്തി സാധനങ്ങൾ എന്ന് പറയുന്നു? ഒന്നാമത് പറയാണ്, ഇപ്പൊ സാധനാനി എന്ന് പറയാ സാധനങ്ങൾ. എന്താ സാധനം? എന്തിനെ കൊണ്ട് സാധിപ്പിക്കുന്നു അതാണ് സാധനം. സാധ്യത അനേന ഇതി സാധനം. അത് സ്ത്രീലിംഗത്ത് പറഞ്ഞാൽ സാധ്യത അനയ ഇതി സാധന. രണ്ട് ലിംഗത്തിലും പതിവുണ്ട്. നപുംസകത്തിലും പതിവുണ്ട്, സ്ത്രീലിംഗത്തിലും പതിവുണ്ട്. ഏറെ നമ്മൾ പ്രയോഗിക്കാറ് സ്ത്രീലിംഗത്തിലാണ്. സാധന. ഇപ്പൊ സാധ്യത അനയ, യാതൊന്നിനെ കൊണ്ട് സാധിപ്പിക്കുന്നു അതാണ് സാധന, അതാണ് സാധനം. അവിടെ എത്തുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ ഇങ്ങോട്ട് സഞ്ചരിക്കുക എന്നുള്ളത് സാധനയാണ്. വിശപ്പ് മാറുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് സാധനയാണ്. അപ്പൊ ഒരു സാധ്യം അത് നേടാനുള്ള സാധന. അപ്പൊ എങ്ങനെയാണ്, എന്ത് സാധനയിലൂടെയാണ് ഭക്തി നേടുക എന്നുള്ളത് ഭക്താചാര്യന്മാര് പറയുന്നു. എന്തൊക്കെയാണ് സാധനകൾ?